എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും പേടി സ്വപ്നമാണ് TN ശേഷൻ. തിരഞ്ഞെടുപ്പെന്നും പെരുമാറ്റച്ചട്ടം എന്നുമൊക്കെ കേൾക്കുമ്പോൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന ചിത്രം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന TN ശേഷന്റേത് മാത്രമാണ്. 10ാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി എത്തി 10ൽ 10 നേടിയ തിരുനെല്ലായ നാരായണ അയ്യർ ശേഷൻ എന്ന TN ശേഷന് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത സ്ഥാനമുണ്ട്. 1967 തിരഞ്ഞെടുപ്പിലാണ് ഭരണകർത്താക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയക്കാർക്കുമുള്ള പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. മറ്റ് നിയമങ്ങളെ പോലെ തന്നെ കടലാസിൽ മാത്രമായി അടക്കം ചെയ്തിരുന്ന തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഒരു സുപ്രീം കോടതി വിധിയാണ് പൊടിതട്ടി പുറത്തെടുത്തത്. അവയെല്ലാം കാര്യക്ഷമമായി നടപ്പാക്കാൻ TN ശേഷൻ മുഖ്യ കമ്മീഷണറായി വരേണ്ടി വന്നു എന്ന് മാത്രം. K. ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ശേഷൻ ഈ പദവിയിൽ എത്തിപ്പെടുന്നത്. 1990 ഡിസംബർ 12 മുതൽ 96 ഡിസംബർ 11 വരെ ആ സ്ഥാനത്തിരുന്ന ശേഷൻ അതുവരെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിശ്ചയിച്ചിരുന്ന വഴികളിലൂടെ സഞ്ചരിച്ച നിയമങ്ങളെ അതിൻ്റെ തന്നെ വഴിയിലൂടെ നടത്തി വിജയം വരിക്കുകയായിരുന്നു. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന 91 പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ ശേഷൻ വിശ്വരൂപം പുറത്തെടുത്തു. 40,000-ഓളം സ്ഥാനാർത്ഥികളുടെ വരുമാന വെട്ടിപ്പുകളും പത്രികാ സമർപ്പണത്തിലെ പാകപ്പിഴകളും പരിശോധിച്ച അദ്ദേഹം 14,000 പേരെ തിരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യരാക്കി. 1992 ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ രാജ്യത്തിന് അധിക ചെലവുണ്ടാകും എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തു. ശേഷൻ പക്ഷേ വിട്ടുകൊടുത്തില്ല. ഒടുവിൽ 96 ഫോട്ടോ പതിച്ച കാർഡ് വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറായി. ശേഷൻ അശേഷം വഴങ്ങില്ല എന്നായപ്പോൾ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം വരെ നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല. അപ്പോഴാണ് 2 കമ്മീഷണർമാരെ കൂടി ഉൾപ്പെടുത്താം എന്ന 1989 നിയമ ഭേദഗതിയെക്കുറിച്ച് സർക്കാരിന് ഓർമ്മ വന്നത്. അങ്ങനെയാണ് MS ഗിൽ, GVS കൃഷ്ണമൂർത്തി എന്നിവരെ കമ്മീഷണർമാരായി കൊണ്ടുവരുന്നത്. പ്രഭാഷണങ്ങളും പഠന ക്ലാസുമായി മണ്ഡലങ്ങൾ തോറും സഞ്ചരിച്ച TN ശേഷൻ വോട്ടർമാരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ബോധവാന്മാരാക്കി. പെരുമാറ്റച്ചട്ടങ്ങളുടെ ചാട്ടവാർ ചുഴറ്റി രാഷ്ട്രീയ കക്ഷികൾക്കും ഭരണകർത്താക്കൾക്കും മൂക്ക് കയറിട്ടു. ചുവരെഴുത്തിനും ശബ്ദ കോലാഹലങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. ചട്ടലംഘനങ്ങൾ ചെറുതായാലും വലുതായാലും ലംഘിക്കാതിരിക്കാൻ അദ്ദേഹം സദാ കാവൽ നിന്നു. ശേഷന്റെ അതിസൂക്ഷ്മമായ നിരീക്ഷണ കണ്ണുകളെ പേടിച്ച രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ രഹസ്യമായും പരസ്യമായും അൽശേഷൻ എന്ന് വിശേഷിപ്പിച്ചു. അതൊന്നും പേടിച്ച് ശേഷൻ ആരോടും ഒന്നിനോടും കണ്ണടച്ചില്ല. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കാട്ടിയ ഈ സവിശേഷമായ ഭരണ മികവിന് ഒടുവിൽ മാഗ്സസെ അവാർഡും ശേഷനെ തേടി എത്തി. രാഷ്ട്രീയക്കാരെ മുഴുവൻ നന്നാക്കി നടന്ന ശേഷൻ കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞതിന്റെ തൊട്ടടുത്ത വർഷം രാഷ്ട്രീയ കക്ഷികളുടെ ദയാവായ്പ തേടി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചു. അത് മറ്റൊരു ചരിത്രം. 1997 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മലയാളിയായ KR നാരായണനെതിരെയായിരുന്നു പോരാട്ടം. ഫലം വന്നപ്പോൾ അതിദയനീയമായി പരാജയപ്പെട്ടു. ശേഷന് കിട്ടിയത് വെറും 5% വോട്ട് മാത്രം. അതിനുശേഷം 1999 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഗുജറാത്തിലെ ഗാന്ധിനഗർ മണ്ഡലത്തിൽ 2ാം അംഗത്തിനിറങ്ങിയെങ്കിലും LK അദ്വാനിയോട് വീണ്ടും പരാജയപ്പെട്ടു. 1,89,014 അന്ന് അദ്വാനിയുടെ ഭൂരിപക്ഷം. തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ അത്ര എളുപ്പമല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് അന്നാണ് ശേഷന് മനസ്സിലാകുന്നത്. മറ്റൊരു കഥയുമായി നാളെ.